12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ സാങ്കേതിക സഹായം നൽകിയ കോഎംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിനെ പഴിചാരി തലയൂരാൻ CBSE ശ്രമം. കോഎംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്തും. അതേസമയം ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ പ്രിൻസിപ്പൽമാർക്ക് CBSE നിർദ്ദേശം നൽകി. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ ജാലകം ഇന്ന് തുറക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് നിർവഹിച്ച കമ്പനിക്ക് വ്യാപക പിഴവുകൾ പറ്റിയതായി വിലയിരുത്തിയത്. വ്യക്തമല്ലാത്ത 5000 ഉത്തരക്കടലാസുകളും ഉത്തരക്കടലാസുകൾ മാറിപ്പോയ 23 കേസുകളും CBSE കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ കോഎംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്താനാണ് തീരുമാനം. പിഴവുകൾ വരുത്തിയ ഉത്തരക്കടലാസുകളുടെ എണ്ണം കണക്കാക്കിയാകും പിഴ ചുമത്തുക. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് കരാർ കോഎംറ്റ് കമ്പനിക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട്. ആദ്യ 2 ടെൻഡറുകളിൽ യോഗ്യരായ അപേക്ഷകൾ ലഭിക്കാത്തതിനാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി മൂന്നാമതിറക്കിയ ടെൻഡറാണ് കോഎംറ്റ് കമ്പനി സ്വന്തമാക്കിയത്. മൂല്യനിർണ്ണയ പിഴവുകളെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും സമൂഹമാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ച പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് CBSE. OSMനെ പിന്തുണയ്ക്കുന്ന റീലുകൾ, വീഡിയോകൾ, സന്ദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് CBSE ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. സമയപരിധിക്കുള്ളിൽ വിദ്യാർത്ഥികളുടെ താൽപര്യം പൂർണ്ണമായും സംരക്ഷിക്കും എന്ന വാഗ്ദാനം നടപ്പാക്കുക CBSEക്ക് കടുത്ത വെല്ലുവിളിയാകും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.